ക്രിസ്മസ് എക്സാമിന് സീരിയസ് ആയിട്ട് പഠിക്കണം. പല കുട്ടികളും എന്നോട് ചോദിക്കുന്നുണ്ട്, ക്രിസ്മസ് എക്സാമിന് സീരിയസ് ആയി കണ്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോന്ന്. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു ജിപോർട്ട്, ഇറ്റ്സ് മീ യുവർ നാഫി. പല ആളുകളും ക്രിസ്മസ് എക്സാമിന് വേണ്ടി സീരിയസ് ആയി പഠിക്കുന്നില്ല. പല ആളുകളും ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നില്ല. പല ആളുകളും ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഒരു എഫേർട്ടും ഇടുന്നില്ല. അങ്ങനെ എഫേർട്ട് ഇടാതെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സീരിയസ് ആയി കാണാതെ വെറുതെ ഇരിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. 2026 മാർച്ച് നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിന് നിങ്ങൾ പെടും, നിങ്ങൾക്ക് പണി കിട്ടും, നിങ്ങൾ അതിൽ നല്ലൊരു മാർക്ക് കുറച്ചായിരിക്കും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുക. അപ്പോൾ ക്രിസ്മസ് എക്സാം നല്ല രീതിയിൽ സീരിയസ് ആയി കണ്ട് ഇമ്പോർട്ടൻസോട് കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമും അതിനുശേഷം 2026 മാർച്ച് നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമും ഈസി ആകുള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ 3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട്, ക്രിസ്മസ് എക്സാമിന് മുന്നേ നിങ്ങൾക്ക് മിഡ് ടേം എക്സാം നടക്കുന്നുണ്ടോ. മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള വിഷയം ഏതാണ്, ഏറ്റവും ഈസി ആയിട്ടുള്ള വിഷയം ഏതാണെന്ന് കാര്യം കമൻറ്റ് ബോക്സ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ക്രിസ്മസ് എക്സാമിനെ സീരിയസ് ആയി എടുത്ത് പഠിക്കാനുള്ള കാരണത്തിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് ആണ്. അതായത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾ, കഴിഞ്ഞ കൊല്ലം ഹ്യൂമാനിറ്റീസ് എടുത്തവരിൽ വിജയിച്ച ആളുകൾ 69.16, കൊമേഴ്സ് എടുത്തവരിൽ വിജയിച്ച ആളുകൾ 74.21. അതായത് 30% ഹ്യൂമാനിറ്റീസ് കുട്ടികളും 25% കൊമേഴ്സ് കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട്, തോറ്റു പോയിട്ടുണ്ട്. അതായത് 100 ആളുകൾ നോക്കുകയാണെങ്കിൽ 100ൽ 25 കൊമേഴ്സുകാരും 100ൽ 30 ഹ്യൂമാനിറ്റീസുകാരും ഓരോ സ്കൂളും തോറ്റു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടാണ് ഇത്രയും തോന്നെ പെർസെൻറ്റേജ് കുട്ടികൾ കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും തോറ്റത്? അതിനുള്ള കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, അവർ ക്രിസ്മസ് എക്സാമിന് സീരിയസ് ആയി കണ്ട് പഠിച്ചിട്ടില്ല. ക്രിസ്മസ് എക്സാമിനെ സീരിയസ് ആയി കണ്ട് പഠിക്കാതെ കൊണ്ട് തന്നെ ആ ക്രിസ്മസ് എക്സാമിന് ശേഷം ജനുവരി ഫെബ്രുവരി 2 മാസം കഴിഞ്ഞാൽ നടക്കുന്ന എക്സാമാണ് പബ്ലിക് എക്സാം. ക്രിസ്മസ് എക്സാം അവർ സീരിയസ് ആയി കണ്ടില്ല. അങ്ങനെ ക്രിസ്മസ് എക്സാമിനെ സീരിയസ് ആയി കാണാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാണ്, പബ്ലിക് എക്സാമിന് അവർക്ക് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാതായി. കാരണം ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാമിന് മുന്നേയുള്ള സെമി ഫൈനലാണ്. ആ സെമി ഫൈനൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് സെറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് പബ്ലിക് എക്സാം സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ പല കുട്ടികളും ക്രിസ്മസ് എക്സാം ഇപ്പം നമ്മൾ ഇഷ്ടം പോലെ സമയമുണ്ട്, ഈ സമയത്തൊന്നും പല കുട്ടികളും എഫേർട്ട് ഇട്ടിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേ, ശരിക്കും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഇതാണ് റൈറ്റ് ടൈം, ഇതാണ് ശരിയായ സമയം, ഇതാണ് കറക്റ്റ് പ്ലേസ്. ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ക്രിസ്മസ് എക്സാമിലേക്ക് ഇനിയും 1.5 മാസത്തോളം ബാക്കിയുണ്ട്. ആ 1.5 മാസം നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാം ഈസി ആകും, അതേപോലെ പബ്ലിക് എക്സാം ഈസി ആകും. പക്ഷേ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്തിട്ടും കുറേ കുട്ടികൾ ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസ് തോറ്റുപോയത്. അപ്പോൾ ക്രിസ്മസ് എക്സാം എന്തുകൊണ്ടാണ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പറയാനുള്ള കാരണം, ക്രിസ്മസ് എക്സാമിന് ആകെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ 80% ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഏതൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും ടോട്ടലുള്ള ചാപ്റ്റേഴ്സിന് 80% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 80% ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പബ്ലിക് എക്സാമിനുള്ള പോർഷൻസിൻ്റെ 80% കവർ ചെയ്യാൻ പറ്റും. കാരണം ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പബ്ലിക് എക്സാമിനുള്ള പോർഷൻസിൻ്റെ 80%. അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് എക്സാം അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിൻ്റെ 80% നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്നത് മാത്രമല്ല, ബാക്കി ചാപ്റ്റേഴ്സ്, ബാക്കിയുള്ള 20% ചാപ്റ്റർ വൃത്തിക്ക് പഠിക്കാനും റിവൈസ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 80% ചാപ്റ്റേഴ്സ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്നത് കൊണ്ട് തന്നെ അത്രയും ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കാനും ബാക്കിയുള്ള ചാപ്റ്റർ പഠിച്ച് റിവൈസ് ചെയ്യാനും ക്രിസ്മസ് എക്സാമിന് ചാപ്റ്റർ റിവൈസ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്തോ, പഠിച്ചു തുടങ്ങിക്കോ കേട്ടോ. അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമിനുള്ള ഒരു പ്രാക്ടീസ്, ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് എന്താണ്, പബ്ലിക് എക്സാമിനുള്ള ഒരു പ്രാക്ടീസ് കൂടിയാണ്. ഞാൻ പറഞ്ഞു ക്രിസ്മസ് എക്സാം എന്താ സെമി ഫൈനലാ. ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ വർഷം ഗവൺമെൻറ് ആട്ടത്, അതിന് മുമ്പത്തെ കൊല്ലം ഗവൺമെൻറ് ആണ് ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ തന്നത്. അപ്പോൾ ഇക്കൊല്ലവും ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത് ഗവൺമെൻറ് തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ, ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ അതിൽ ന്യൂ ക്വസ്റ്റ്യൻ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ക്രിസ്മസ് എക്സാമിലൂടെ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാകുന്നു, പുതിയ കാര്യങ്ങൾ മനസ്സിലാകുന്നു, ഏതൊക്കെയാണ് പുതിയ ക്വസ്റ്റ്യൻ ടൈപ്പ് നമുക്ക് മനസ്സിലാകുന്നു. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക് എക്സാമിലേക്കുള്ള ക്വസ്റ്റ്യൻ്റെ ഐഡിയ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ക്രിസ്മസ് എക്സാം നിങ്ങൾ വൃത്തിയായി പഠിച്ച് പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ പബ്ലിക് എക്സാം നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആവാൻ സഹായിക്കും. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ഇനിയുള്ള 50 ദിവസം നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് പഠിക്കണം. പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ഈസി ആവുള്ളൂ. അതിന് നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ക്രിയേറ്റ് എ മൈൻഡ് സെറ്റ്. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്മസ് എക്സാമിനെ സീരിയസ് ആയി കാണാനുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം സെറ്റ് ചെയ്യണം, ഞാൻ ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങും, അതിനുശേഷം നടക്കാൻ പോകുന്ന
+1 or +2 പബ്ലിക് എക്സാമിന് ഞാൻ എന്ത് ചെയ്യും, ഫുൾ മാർക്ക് നേടുന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ക്രിസ്മസ് എക്സാമിനെ സീരിയസ് ആയിക്കൊണ്ട് പഠിക്കാൻ നിങ്ങൾ തുടങ്ങണം. ക്രിസ്മസ് എക്സാമിനെ മുന്നിൽ കണ്ടുകൊണ്ട്, ക്രിസ്മസ് എക്സാമിന് വേണ്ട സീരിയസ്നെസ് കൊടുത്തുകൊണ്ട്, ക്രിസ്മസ് എക്സാമിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങണം. അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതാ കഴിഞ്ഞ കൊല്ലം കൊമേഴ്സിൽ വിജയിച്ചത് 24.21%, ഹ്യൂമാനിറ്റീസ് 69.1. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ ഒരു 9 അല്ലെങ്കിൽ 10 കുട്ടികൾ തോറ്റുപോകും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. കേരളത്തിലെ പല സ്കൂളുകളിലും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും പഠിക്കുന്ന കുട്ടികൾ ഒരു ബെഞ്ചിൽ ഒരാൾ തോൽക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. അതിനുള്ള കാരണം നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടാൻ തയ്യാറാവുക. ക്രിസ്മസ് എക്സാമിന് സീരിയസ് ആയി കാണണം. ക്രിസ്മസ് എക്സാമിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം 80% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയ സമയമാണെന്ത്, ക്രിസ്മസ് എക്സാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതിനുശേഷം നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാം നിങ്ങൾക്ക് ഉഷാറാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിലാണ്. നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സെറ്റാവും. പ്രീ ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾക്ക് 3 രീതി ജോയിൻ ചെയ്യും. ഏറ്റവും നല്ല രീതി, നമ്മൾ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസും പേരും ക്ലാസ്സൊക്കെ ചോദിക്കുക. നമ്മുടെ ടീം നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കും. അല്ലെങ്കിൽ ഈ മൊബൈൽ നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ. പ്രീ ബൂസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞുതരാം. ഒന്നുകിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് നമ്മൾ പിന്നെ ഇത് വെച്ചിട്ടുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ ഈ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ. ബാക്കി കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, അവിടെ സെറ്റ് ആക്കിട്ടോ. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ടെൻഷൻ അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ, പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ക്രിസ്മസ് എക്സാമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും, സ്റ്റഡി പ്ലാനുകളും, സ്റ്റഡി ടിപ്പും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും. അപ്പോൾ കേരളത്തിലെ മുഴുവൻ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്ക് അയച്ചു കൊടുത്തോ. എല്ലാവരും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ പറയാം. ക്രിസ്മസ് എക്സാമിന് സീരിയസ് ആയി കണ്ട് പഠിച്ചു തുടങ്ങുക. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതാണ്. കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.